രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം. മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നു. ശ്രുതി പ്രകാശ്, ഈ ദില്ലിയിലെ മഞ്ഞുവീഴ്ചയും അതുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റിൽ ഉയർന്നതിൻ്റെ ചില തടസ്സങ്ങളുമൊക്കെയായി ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പ് തുടങ്ങുന്നത് താമസിച്ചിരുന്നു. എപ്പോഴാണ് യാത്ര തുടങ്ങുക? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തുടങ്ങുക എന്നുള്ളൊരു വിവരമാണ് അറിയാനുള്ളത്. ഈ ഡൽഹിയിലെ കനത്ത മൂടൽമഞ്ഞ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഈ യാത്ര വൈകാൻ സാധ്യതയുണ്ട്. 66 ദിവസം നീളുന്ന യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെ 110 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോവുക. 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര നടന്നു നീങ്ങുക. ഇത് ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര, അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമാണ് മല്ലികാർജുൻ ഖാർഗെ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, അതുപോലെ സുഖ്വീന്ദർ സിംഗ്, AICC അംഗങ്ങൾ, ലോക്സഭ നിയമസഭാ അംഗങ്ങളൊക്കെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ 10 പാർട്ടികളാണ് ഈ യാത്രയിൽ പങ്കെടുക്കുക. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സോണിയാഗാന്ധി ഇന്ന് ഈ യാത്രയിൽ പങ്കെടുക്കില്ല. അതുപോലെ ഇന്ന് മണിപ്പൂരിൽ ആരംഭിക്കുന്ന യാത്ര നാളെ നാഗാലാൻഡിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മണിപ്പൂരിൽ 100 കിലോമീറ്ററാണ് ഈ യാത്ര നടന്നു പോകുക. കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും T സിദ്ദിഖും ഒക്കെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. തൗബാലിലെ ഒരു ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുക. 66 ദിവസങ്ങളായി 110 ജില്ലകളിലൂടെ 6700 കിലോമീറ്ററാണ് ഈ യാത്ര നടന്നു നീങ്ങുക. ബസ്സുകളിൽ കൂടുതലും ബസ്സുകളിലാണ് ഈ യാത്ര നടക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മാർച്ച് 20-ന് മുംബൈയിലാണ് സമാപിക്കുക. അതായത് കൂടുതലും ഉത്തർപ്രദേശിലായിരിക്കും ഈ യാത്ര നീങ്ങുക. 11 ദിവസം ഈ ഉത്തർപ്രദേശിൽ ഈ യാത്ര കടന്നു പോകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും യാത്ര ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. ഇന്ന് മണിപ്പൂരിലാണ് യാത്ര നീങ്ങുക. അതിനുശേഷം നാളെ നാഗാലാൻഡിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അജിംഷ.